Hello guys, welcome to Blesha and Co. ഇന്ന് നമ്മുടെ ബെഡിന്റെ MMR എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്സിനേഷൻ ഉണ്ട്. അത് എടുക്കാനാണ് നമ്മൾ പോകുന്നത്. നാളെ അവൻ്റെ 9th മന്ത് കഴിഞ്ഞ് 10th മന്തിലേക്ക് കയറുന്നതിന് മുമ്പുള്ള വാക്സിനേഷനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ചിലപ്പോൾ ഒറ്റ വ്ളോഗായിട്ട് നമ്മൾ കാണിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമ്മളിന്ന് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് പോണ വഴിക്ക് തന്നെ ഇവൻ്റെ കൂടത്തിൽ തന്നെ ഡെലിവറി ആയ, അതായത് ബെഡ് ഫസ്റ്റ് ഡെലിവറി ആയി, സെക്കൻഡ് അത് ബെഡ് ഡെലിവറി ആയതിൻ്റെ 2ാമത്തെ ദിവസം ഡെലിവറി ആയ ഒരു ട്വിൻസ് ഉണ്ട്. അവരെ കാണാൻ വേണ്ടി നമ്മൾ ആദ്യം അവരുടെ വീട്ടിൽ പോകും അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബെഡിനെ കുത്തിവെക്കാൻ കൊണ്ടുപോകുന്നു അല്ലേ. ബെഡ് അല്ലേ, അതെ ബെഡ് ഉറക്കത്തിലായിരുന്നു. ബെഡിനെ ഇപ്പൊ എഴുന്നേപ്പിച്ചതാ നമ്മള്. പെറ്റി സ്വിച്ച് കാണിച്ച്. ഓക്കെ, അപ്പൊ അവരുടെ വീട്ടിലേക്കുള്ള മാപ്പ് നമുക്ക് വെച്ചിട്ട് വേണം പോകാനായിട്ട്. വെക്കാനുള്ള സാധനം ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ താഴെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി അധികം ദൂരം ഇല്ല, തൊട്ടടുത്ത് 7 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, ഇതേ മാങ്ങ നിൽക്കുന്നു. എന്തോ സമ്മർ ആയതുകൊണ്ട് മാങ്ങ ഉണ്ട്, നിറച്ച് മാങ്ങ. അത് നിറച്ച് മാങ്ങ കേട്ടോ, ഒരു സ്പേസ് പോലെ അതിനകത്ത് മാങ്ങ ഇല്ലാതില്ല. ആ മാവിന് നിറച്ച് മാങ്ങ. ഇവിടെ പണി തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസമായി, ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ല. ഇത് എന്ത് പണിയാണോ ഇതെവിടെയൊക്കെ ജെസ്സി. ഇനി റോഡ് അടച്ചാണ് ഇട്ടേക്കണേന്ന് അറിയത്തില്ല, നോക്കണം. അല്ല, അടച്ചിട്ടില്ല. ഓക്കെ, ഇതേ ഒരു ആനാക്കോണ്ടാനെ വലിച്ചോണ്ട് പോകുന്നു. ഇത് എങ്ങോട്ട് കൊണ്ടുപോകണതാണ് എന്തോ. ദൈവം ഇതിൻ്റെയൊക്കെ ഏറ്റവും കൊള്ളുവോ എന്തോ. ഇത് എന്നാ ഇത് കണ്ടോ അടുത്തോണ്ട്. അയ്യോ, ഇതെൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ ഉള്ളിലേക്ക് വരും. ഇത് എൻ്റെ 50 ഭയങ്കര വലുതാട്ടത്. അയ്യോ, ഇതാണ്ട് ഈ പുള്ളി വലിച്ചു പിടിച്ചോണ്ട് പോകും. അയ്യോ, വടംവലിയാണോ? ഇതാണ്ട് ഈ കിടക്കുന്ന സാധനം കേട്ടോ. ഈ കിടക്കുന്ന ഇതാണ് അവരെടുത്തോണ്ട് പോണേ. എന്നടി പുന്നെ ശിച്ച, എന്റെ പുന്നെ ശിച്ച. പിന്നെ നമ്മുടെ ബെറാക്കിയുടെ ശരിക്കും പറഞ്ഞാൽ നാളെ ആണ് 9ാമത്തെ മാസം കഴിയുമ്പോൾ ഉള്ള വാക്സിനേഷൻ. അതിന് മുമ്പത്തെ വാക്സിനേഷനൊക്കെ ആളുടെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ അത് കാണാൻ പറ്റും. അവരുടെ വീട് എത്താറായിട്ടോ, തൊട്ടടുത്തായി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി കാണാൻ, ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലി വ്ളോഗാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ പരിസരത്ത് എത്തി കേട്ടോ. പക്ഷേ ഇതിലേതാ അവരുടെ വീടെന്ന് ഒരു പിടുത്തമില്ല, കാണാൻ പറ്റുന്നില്ല. ഏതാ ഗേറ്റ്? അതാണോ? ഇതല്ലല്ലോ. അപ്പോൾ അപ്പുറത്തെ അതാ ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഇതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അവസാനം അതിൻ്റെ തൊട്ടപ്പുറത്ത് വീടാ. ഞങ്ങൾ എത്തി കേട്ടോ. അതെ, അവരവിടെ കൊച്ചിരിയായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. യെസ്, ഞങ്ങൾ എത്തി. വേണ്ട നോക്കുന്നു ഒരുത്തൻ. പട്ടി കടിക്കത്തില്ല, കുരയ്ക്കുന്ന പട്ടി കടിക്കൂല. മറ്റേ ആളെന്ത്? ഇത് സിയോനാണോ? ഇതാണോ സിയോൻ? ഇത് സിയോ. ഇത് സിയോ. ഇതിന് വാശിയായി പോയത്. അയ്യോ, ഇവനാണ് ഞങ്ങൾ പറഞ്ഞ ട്വിൻസിൽ ഒരാൾ. ഇത് കണ്ടോ ഇവിടെ? ഇതൊരു ലാസപ്പറിന്റെ ഫോട്ടോ. പക്ഷെ ഇതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഇത്, പക്ഷെ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതുണ്ടെങ്കിലും മുത്തു പോലെ ഡയമണ്ട്. ഇതാണ് ഡയമണ്ട് പെയിന്റ് ചെയ്യും. അടുത്ത് വരുമ്പോഴോ മനസ്സിലാകത്തില്ല. കണ്ടോ, അടുത്ത് വരുമ്പോ കുത്ത് മാത്രമേ ഉള്ളൂ. അതിലേ പോകുമ്പോൾ സെറ്റ്. ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തിയിട്ട് ഞാനാ കളിക്കുന്നത്. ഇതുണ്ടോ സിയോൻ കളിക്കുന്ന നോക്കിയ? സിയോനാ ശരിക്കും കളിക്കുന്നത് നോക്കിയ. അല്ലേ, സീരിയസ് ആയിട്ടാ. മൊഹമൊക്കെ സീരിയസ് ആണ്. പക്ഷെ കെയും കണ്ടോ, കെ മോമിയുടെ അടുത്ത് ഇരിക്കുകയാണ്. മോമിനെ ഇഷ്ടം. ഇവൻ ചിലപ്പോ ഇച്ചിരി കഴിയുമ്പോൾ പോരും മിക്കാറും. ഇത് നമ്മുടെ ബെറ്റി, ഇത് നമ്മുടെ ട്യൂബ്സിൽ ഒരാള്. അങ്ങനെ വരില്ല, വേണ്ടല്ലേ? അങ്ങനെയൊന്നും പോകുന്നവരല്ല. അതെ, 3 പേരും ആണ്ടെ. അതിനെ ബെറ്റ് അങ്ങനെ ആണ്ടേ. സിയോനെ ഇന്ന് മേടിച്ചേക്കും കേട്ടോ.
അയ്യോ അത് തന്നതാ അല്ലേ? തന്നതാ അല്ലേ? കൊച്ചിന് കൊടുത്തതാണോ ബെഡ്? കൊടുത്തതാണോ? ആ ബെഡ് ചെല്ല്. ആ ഗുഡ് ബോയ്. അത് കളിക്കണം, അല്ലാതെ അവനെ ഇരിക്കുന്നത്. ഓക്കെ ചെല്ല്. ഗോ. അയ്യോ അവന് ചിരി വന്നു പോയി. അവന്റെ കൂടെ പോയി കിടക്കണം, അവന്റെ മടിയിൽ പോയി കിടക്കണം. ആഹാ മതി. അത് പറ്റത്തില്ല കേട്ടോ പേടാക്കി, അത് ഫൗളാണ്, അത് പറ്റത്തില്ല. ഉമ്മ കൊടുത്തോ പക്ഷെ പിടിച്ചു വലിക്കാനൊന്നും പറ്റത്തില്ല. ഇവനെ നമ്മൾ കൊണ്ടുപോവാ, ഷിയാനെ നമ്മൾ കൊണ്ടുപോവാ. ഷിയാനെ കൊണ്ടുപോവാ. ഷിയാൻ ഓക്കെ, ഷിയാൻ ഈസ് വെരി ഫൈൻ. ഷിയാനെ ഞങ്ങൾ കൊണ്ടുപോവാണേ. നീ വന്നുണ്ടോ? ആ വരുന്നുണ്ട് പിന്നെ. അവനൊന്ന് ഇവിടെ ഇരുത്തട്ടെ എന്നിട്ട് മതി. നിന്റെ മറ്റേ ആളെയും കൂടി വിളിക്കാം നമുക്ക്. അയ്യോ ഈ കെയിലും പോന്നു. അങ്ങനെ രണ്ടുപേരും നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ്. ടാറ്റ പോവാന്നുള്ള രീതിയിലാണ്. ഇല്ല നിർത്തിയിട്ടാണോ? എടുത്തോ. കടയണ്ട. ഇരട്ടകളൊക്കെ കരഞ്ഞ മറ്റേ ആൾ കരയുന്നു, ഇവനൊരു പ്രശ്നമില്ലല്ലോ. ബൈ തണ്ടു വെക്കും. ബൈ ഓക്കെ. ഷിച്ചേ രണ്ടുപേരും ഷിച്ചേ ഓക്കെ. ആ ചിരിച്ചു. ബൈ. ബെഡി കൊടുക്കുവാണോ? ബൈ കൊടുക്കുവാണോ? അച്ഛാ? ഓക്കെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ വിൻഡോ താത്തിട്ട് പോകുന്നോണ്ടേ ഞാനൊന്ന് മുടി ഒന്ന് കെട്ടി വെച്ചു, മുടി പറക്കുന്നുണ്ട്. അപ്പൊ ബെറാക്കി ആണെങ്കിൽ എന്നെ ഭയങ്കര രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ ബെഡിന്റെ ലുക്ക്. എന്നാ ബെഡി എന്നാ ടീ ഷിച്ചേ പൊന്ന് ഷിച്ചേ. ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിറ്റലിന്റെ അവിടെ എത്തി കേട്ടോ. ഇനി നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇച്ചിരി ലേറ്റ് ആണ് നമ്മള്. ഡോക്ടറിന്റെ OP ടൈം കഴിഞ്ഞിട്ടുണ്ട്. 5:30 വരെ ആയിരുന്നു. 5:30 കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പോൾ. ഇന്ന് നമുക്ക് സെലിൻ ഡോക്ടറിനെ കൂടെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കും. നമ്മുടെ ഫേവറേറ്റ് ഡോക്ടറിനെ കാണാൻ പറ്റുമോ നോക്കും. അവിടെ ഉണ്ടെങ്കിൽ കാണും, ഇല്ലെങ്കിൽ നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോരും. എടുക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. അവരെ ഞാൻ അവിടെ തൊട്ടടുത്ത് ഇറക്കി വിട്ടു. ഞാൻ പാർക്കിങ്ങിന് വണ്ടി ഇട്ടിട്ട് ഇനി അവരുടെ അടുത്തേക്ക് ചെല്ലുക. ഡോക്ടർ പോയിട്ടില്ലെന്നാണ് വിശ്വാസം. അങ്ങനെ തന്നെ അനുമാനിക്കാം. അങ്ങനെ ഞങ്ങൾ വന്ന് ഇവിടെ ഇരിക്കുന്നു. ബെഡ് ഡോക്ടറെ കാണാനായിട്ട് റെഡിയാണേ. ഡെഡിയാണോ പൊന്നിനെയോ? ഓക്കെ, നമ്മുടെ ബെറാക്കിയുടെ വെയിറ്റ് നോക്കാനായിട്ട് പറഞ്ഞ് 120ാമത്തെ റൂമിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു. നമുക്ക് ബെറാക്കിയുടെ വെയിറ്റ് നോക്കാം, അത് കഴിഞ്ഞ് ഡോക്ടറിനെ കാണാം. ബെഡ് എന്ത് അവിടെ കിടന്നു കേട്ടോ. അങ്ങനെ ബെഡി വെയിറ്റ് നോക്കി പോവാ കേട്ടോ. അങ്ങനെ ബെഡിന്റെ വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള മരുന്ന് മേടിക്കുവാണ് ഞങ്ങൾ. തുള്ളലാട്ടോ ഇപ്പൊ, പാവം എന്റെ ബെഡി. നാളെ ഉണ്ടടി അപ്പനും മോനും മരുന്ന് നോക്കി നിപ്പാ. ഇന്ന് കുത്തി വെക്കൂലോ. ഇത് കണ്ടോ, മീസിൽസ്, മംസ്, റുബെല, ഇതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വാക്സിൻ. ട്രെസിവാക് PFS എന്ന് പറയും. ബെഡിന് കുത്താൻ കൊണ്ടുപോകുന്ന കൊടുക്കാൻ പോണേ. ഇത് എനിക്ക് കുത്തിത്താൻ.
ആ അവിടെ തന്നെയാണ്. ബെഡ് നോക്കിക്കേ, ഏതൊക്കെ ഇഞ്ചക്ഷൻ കൊച്ചിനെ എടുത്ത് നോക്കിക്കേ. അറിയത്തില്ലെന്നോ നോക്കാൻ, അതുകൊണ്ട് നോക്ക്. സോക്കറ്റ് സ്റ്റാൻഡ്, ഇതിലാണ് ഗ്ലൂക്കോസ് പൊടി ഇടുന്നത്. ഗ്ലൂക്കോസ് പൊടി അത് കാണണ്ട, അപ്പുറത്തുണ്ട് അത് ഓക്കെ. അയ്യോ നീ പറ്റി ഇങ്ങോട്ട് നോക്കിയേ കൊച്ച്, ഇങ്ങോട്ട് നോക്കിക്കേ. ഇങ്ങോട്ട് നോക്കിയത് അല്ലാതെ ഇതാരെ എന്റെ മേത്ത് ഇഞ്ചക്ഷൻ വെക്കണേന്ന്. ആ ബേജി ഇത് നോക്കി കഴിഞ്ഞോ? ആഹാ, അവിടെ എന്നാ സംഭവിച്ചത്? കഴിഞ്ഞു. ഇനി ആ ഓക്കെ. അപ്പം ഇഞ്ചക്ഷൻ എല്ലാം കഴിഞ്ഞ് കുത്തി ഒരു കരച്ചിലും ഇല്ലായിരുന്നു. ഞങ്ങളെ പോവാനേ ഞങ്ങൾ സെലിൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാം. ഓക്കെ ബൈ. ഞങ്ങൾ സെലിൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി ലേശം ലേറ്റായി. ഞങ്ങളിപ്പോൾ വിളിച്ചുള്ളൂ, ആള് ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാൻ പറഞ്ഞേക്കുക. ആൾക്ക് മിസ്സായിപ്പോയി, ഞങ്ങൾക്ക് മിസ്സായി. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് വീക്ക് ഒന്നുകൂടെ വരുന്നുണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി മാത്രം. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തൊക്കെ നമ്മൾ പിന്നെ ബിസി ആയി പോകും, കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ ഒന്നുകൂടെ വരുന്നുണ്ട്. നമ്മുടെ ബെഡിൻ്റെ വാക്സിനേഷനൊക്കെ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ? ഹി വാസ് വെരി ഫൈൻ. ബെഡിക്ക് വാക്സിനേഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത്രയ്ക്ക് കോമഡി ആയിരുന്നോ? അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ബെറാക്കിയുടെ 9 months കഴിഞ്ഞിട്ടുള്ള എൻ്റെ വാക്സിനേഷൻ നമ്മൾ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഹെൽത്ത് സെന്ററിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. അങ്ങനെ നമ്മൾ എത്തി, ഇതേ ബെഡിനെ എടുത്തിട്ടുണ്ട്. നമ്മളിനി ഈ ഹെൽത്ത് സെന്ററിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി ബെഡിനെ വാക്സിനേഷൻ എടുക്കാൻ പോകാനോ ഞങ്ങൾ ബെഡിനെ കയറ്റി വലത്തെ കയ്യിൽ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരാൾ എന്നെ നോക്കിയിട്ട് എന്താ സാധനം എന്ന് ഇങ്ങനെ കാണിക്കണം. റൈറ്റ് അവൻ കുഴപ്പമില്ലാത്ത പിന്നെ ബെഡിൻ്റെ എടുക്കുവാനെ പുണ്യനിൻ്റെയും വലത്തെ കയ്യിലായിരുന്നു ആദ്യം വിചാരിച്ചത്, പിന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡിലേക്ക് മാറ്റി. ബെഡിൻ്റെ കഴിഞ്ഞ് ഒരെണ്ണം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് തിരുമല ഒരു മോട്ട് കിട്ടി. ഓക്കെ, അടുത്തത് എടുക്കുവാണ്. ബെഡി ഇത് നോക്കിക്കേ, ഡാഡനെ നോക്കിയത്. ഇത് കണ്ടോ ദേ കൊച്ചിനെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വരുന്നു. അത് ചെറുതായിട്ടൊന്ന് വേന എത്തടി എൻ്റെ പൂഞ്ഞിന്. അതില്ല അത് കുഴപ്പമില്ല. ഇല്ല സാരല്ല. തോളെടുത്തോ. അത് ഇച്ചിരി വേറെ എടുക്കുന്നതാന്ന് പറഞ്ഞു കേട്ടോ ബെറ്റി. ഉറുമ്പടിച്ചു സാരമില്ല, താഴെ വീണു. നമ്മളെ എന്നെ ചെയ്തവരൊക്കെ എന്ത് അയ്യോ ഡാറ്റ കാണിച്ചോ? അയ്യോ ഓക്കെ നോക്കട്ടെ ബെറ്റിനെ നോക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ബെറ്റി? ഇന്നലെ ഓക്കെ ആയിരുന്നു, പക്ഷെ ഇന്ന് ഇച്ചിരി വേദന എടുത്തല്ലേ കൊച്ചിനെ. ഇന്ന് ആദ്യം എടുത്തപ്പോൾ ആൾ കരഞ്ഞില്ല കേട്ടോ. രണ്ടാമത് കാലിലെടുത്ത് കഴിഞ്ഞപ്പോൾ ആള് പെട്ടെന്ന് അങ്ങ് കുത്തിയപ്പോഴേ സ്ട്രെയിറ്റ് കുത്തുന്നല്ലേ. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു കാലിലെടുക്കുമ്പോൾ വേദന എടുക്കാൻ സാധ്യതയുണ്ട്, വേദന എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എടുത്തു. ആൾ ജസ്റ്റ് ഒന്ന് വെച്ചു, പിന്നെ ഓക്കെ. ഇതാണ്ട് ബെറ്റി തിരിഞ്ഞെല്ലാവരും നോക്കി. എല്ലാരും തിരിഞ്ഞ് നോക്കുക. എന്നിട്ട് ബെറ്റിക്ക് ഇന്ന് ഇഞ്ചക്ഷൻ എടുത്തപ്പോ വേന എത്തോ? നെഞ്ച് വേന എത്തോടി?
ഒരു ഉമ്മ ഡാറ്റു. ഇതാണ് വാക്സിനേഷൻ ചാർട്ട് കണ്ടോ. നമ്മളിതേ ഈ 9ാമത്തെ മാസത്തിലെ MRന് പകരം MMR ആണ് എടുത്തത്. അതായത് ഇന്നലെ നമ്മൾ എടുത്തായിരുന്നു MR. ഇവിടെ M എന്ന് പറഞ്ഞാൽ മീസിൽസ്, R എന്ന് പറഞ്ഞാൽ റുബെല്ല. ഇവിടെ പക്ഷേ മംസ് ഇല്ല. അപ്പോൾ നമ്മൾ അത് ഇന്നലത്തെ കണ്ടില്ലായിരുന്നോ, അതാണ് നമ്മളെടുത്തത്. പിന്നെ ഉള്ളത് PCV, IPV, വിറ്റമിൻ A കാഴ്ചയ്ക്ക് വേണ്ടി. പിന്നെ ഇത് 16ാമത്തെ മാസത്തിലൊക്കെ ഉള്ളത് അടുത്തതിൻ്റെ ബാലൻസ്. അങ്ങനെ നമ്മുടെ ബെഡിൻ്റെ വാക്സിനേഷൻ 9 മാസം കഴിഞ്ഞതിൻ്റെ പൂർത്തിയായി. നമ്മളിതേ പോകുന്നു. ഇന്നൊരു ഇച്ചിരി കാലിൽ കുത്തിയ സമയത്ത് ഒരു ഇച്ചിരി കരഞ്ഞു. അവർ പറഞ്ഞു എന്താ നല്ല വേദന ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി കരച്ചിലുണ്ടായിരുന്നു. പക്ഷെ അത് അപ്പോൾ തന്നെ തീർന്നു. ആളുടെ വേറെ കാര്യത്തിൽ എൻഗേജ് ആയിപ്പോയി. എന്നിട്ട് അവരെ തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ നമ്മൾ വാക്സിനേഷൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പം ഇന്നലത്തെയും ഇന്നത്തെയും നമ്മുടെ ബെഴാക്കിയുടെ വാക്സിനേഷൻ വ്ലോഗായിരുന്നു ശരിക്കും ഇന്ന് നിങ്ങൾ കണ്ടത്. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും ഇറ്റ്സ് us, Glesha and Co. signing off.